ലിറ്റിൽ കൃഷ്ണയിൽ വരുന്ന വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവർ കൃഷ്ണനെ കൊല്ലാൻ വരുന്നതല്ലെങ്കിലോ അവനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക മാത്രമാണെങ്കിലോ അവരുടെ ഉദ്ദേശം. ബിക്കോസ് അവർക്കറിയാം അവൻ വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന്. നമ്മളെല്ലായ്പ്പോഴും ഒരു കാര്യം വിശ്വസിച്ചു, കൃഷ്ണൻ നല്ലവനും വില്ലന്മാർ എല്ലാവരും ദോഷം ചെയ്യുന്നവരും. ആൻഡ് മേ ബി ദാറ്റ് ഈസ് ട്രൂ. കാരണം കഥകളിൽ കൃഷ്ണൻ എല്ലായ്പ്പോഴും ധർമ്മത്തിൻ്റെയും നന്മയുടെയും ഭാഗത്താണ്. പക്ഷെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഒരേ ഒരു കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഓരോ തവണയും ഒരു വില്ലൻ വരുന്നു, കൃഷ്ണനെ മാത്രം ലക്ഷ്യമാക്കുന്നു, അവനെ നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരാളും മറ്റാരുടെയും പിന്നാലെ പോകുന്നില്ല. എപ്പോഴും കൃഷ്ണനായി മാത്രം. പൂതന, തൃണാവർത്തൻ, അകാസുര എല്ലാവരും ഒരേ മിഷനായി മാത്രം വന്നവരെ പോലെ. എന്തിനാണ് ഇത്രയും പേർ ഒരു ചെറിയ കുട്ടിയെ മാത്രം ഭയന്നിരുന്നത്? അവർക്കറിയായിരുന്നു അവനൊരു സാധാരണ കുട്ടിയല്ലായിരുന്നെന്ന്. കാരണം കൃഷ്ണൻ വളർന്നു കഴിഞ്ഞാൽ അവൻ അവരുടെ ലോകം തന്നെ മാറ്റിയേക്കാം. ഒരു ഡാർക്ക് തിയറി പറയുന്നത് ഈ വില്ലന്മാരൊക്കെ ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരല്ല, പക്ഷേ സ്വന്തം അധികാരം സേഫാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം കൃഷ്ണ റെപ്രസെൻറ്റ്സ് ചേഞ്ച്. അവൻ വളരുമ്പോൾ അനീതിയും ഭയവും അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് അവർ അവനെ ചെറിയ പ്രായത്തിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു തിയറി, ലിറ്റിൽ കൃഷ്ണയിൽ വരുന്ന ഓരോ വില്ലന്മാരും യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ഉള്ളിലെ ഒരു ഫിയറിൻ്റെ രൂപമായിരുന്നെങ്കിലോ? പൂതന ഈസ് ട്രസ്റ്റ്, തൃണവർത്തൻ കൺഫ്യൂഷൻ, കാലിയ കോപത്തിൻ്റെ രൂപമായിട്ടും. അവൻ പുറത്തുള്ള വില്ലന്മാരെ തോൽപ്പിക്കുന്നില്ല. ഹീ ഈസ് ഫൈറ്റിംഗ് ദ ഡാർക്ക്നെസ് ഇൻസൈഡ് ദ വേൾഡ്. ഒപ്പം തൻ്റെ ഉള്ളിലും. മറ്റൊരു സ്ട്രേഞ്ച് തിയറി പറയുന്നത് ഓരോ വില്ലന്മാർക്കും കൃഷ്ണനെ നേരിടാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് പേടിക്കുന്നത് പോലെ കാണിക്കുന്നില്ലേ? അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, കൃഷ്ണ ഒരു സാധാരണ കുട്ടി മാത്രമല്ലെന്ന്. പക്ഷെ അവർക്ക് മുമ്പിൽ മറ്റൊരു ചോയ്സും ഇല്ലായിരുന്നു. കാരണം കൃഷ്ണനെ നിർത്താൻ അവരെ അയച്ചത് ഒരാളാണ്, കംസൻ. ബട്ട് വാട്ട് ഇഫ് കംസ വാസ് സ്കെയർഡ് ഫോർ എ റീസൺ? കഥ പ്രകാരം കംസനൊരു പ്രവചനം ലഭിച്ചു. കൃഷ്ണ വളർന്നാൽ അവൻ കംസനെ അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് അവൻ ഓരോ വില്ലന്മാരെയും അയച്ചത്. പക്ഷേ കംസന് ഭയമുണ്ടായത് തൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നില്ല. കൃഷ്ണ വരുമ്പോൾ അവൻ്റെ ലോകം, അവൻ്റെ അധികാരം, അവൻ്റെ മുഴുവൻ ജീവിതവും മാറിപ്പോയേക്കാം. മേ ബി ഹി വാസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് കൃഷ്ണ, ഹി വാസ് അഫ്രെയ്ഡ് ഓഫ് ലോസിങ് കൺട്രോൾ. അതുകൊണ്ടാണ് കൃഷ്ണ ഒരിക്കലും ഒരു വില്ലന്മാരെയും വെറുപ്പോടെ നോക്കാത്തത്. അവൻ കോപത്തോടെ ജയിക്കുന്നുമില്ല. അവൻ അവരെ തോൽപ്പിക്കുന്നത് അവരുടെ തെറ്റുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം. ദാറ്റ്സ് വാട്ട് മേക്ക് കൃഷ്ണ ഡിഫറെൻറ്റ്. പക്ഷെ നമ്മൾ വില്ലന്മാരെന്ന് വിളിച്ചവർ സത്യത്തിൽ ഭയന്ന ആളുകളായിരുന്നു. കൃഷ്ണനെ അല്ല, അവൻ കൊണ്ടുവരുന്ന മാറ്റത്തെ. ഒരു പക്ഷേ ലിറ്റിൽ കൃഷ്ണയിലെ വില്ലന്മാർ ശരിക്കും വില്ലന്മാർ ആയിരുന്നില്ല. അവർ കൃഷ്ണനെ വെറുത്തതുകൊണ്ടോ അവനെ കൊല്ലണമെന്ന് തോന്നിയതുകൊണ്ടോ വന്നതല്ല. അവർ വന്നത് അവനെ ഭയന്നതുകൊണ്ട് മാത്രമാണ്. കാരണം അവർക്കറിയാമായിരുന്നു, ഒരു ദിവസം ഈ ചെറിയ കുട്ടി വളരും. അവൻ അവരുടെ അധികാരവും അവരുടെ ലോകവും അവർ വർഷങ്ങളായി പണിത എല്ലാം തകർക്കും. അതുകൊണ്ടാണ് ഓരോ തവണയും അവർ അവനെ നിർത്താൻ ശ്രമിച്ചത്. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായില്ല, കൃഷ്ണ ഒരു സാധാരണ കുട്ടിയല്ലായിരുന്നു. അവൻ വന്നത് ഒരാളെ തോൽപ്പിക്കാനുമല്ല, മാറ്റം കൊണ്ടുവരാൻ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവൻ വന്ന ഓരോ തവണയും വില്ലന്മാർ തോറ്റത്. കാരണം ചിലരെ നിർത്താൻ കഴിയില്ല. അവൻ വന്നിരിക്കുന്നത് ലോകം പഴയ പോലെ ആവാതിരിക്കാൻ വേണ്ടി മാത്രം.